76.02% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോടാണ്, 77.95%. കണ്ണൂരും 77%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തി. ഏറ്റവും കുറവ് പോളിംഗ് പത്തനംതിട്ടയിലാണ്, 67.05% ജില്ലയിലെ പോളിംഗ്. വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞതോടെ കണക്കുകൂട്ടലായി മുന്നണികൾ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ചേരുന്നു. ആദ്യം TG സജിത്തിലേക്ക് ചേരുന്നു. സജിത്ത്, രാവിലെ 6 മണി മുതൽ തുടങ്ങിയ റിപ്പോർട്ടിംഗ് ആണെന്ന് അറിയാമെങ്കിൽ പോലും ഈ കൃത്യമായ രീതിയിലുള്ള ഒരു പൾസിലേക്ക് എത്തിയിരിക്കുന്നു, കൃത്യമായ ഒരു ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയൊരു പക്ഷേ തപാൽ വോട്ടുകളിൽ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങൾ വന്നാൽ പോലും അത് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ മറികടക്കുന്നതല്ല. എങ്കിൽ പോലും ഉയർന്ന പോളിംഗ് ശതമാനമായി തന്നെയല്ലേ മുന്നണികൾ കണക്കാക്കുന്നത്? ഏത് രീതിയിലാണ് പ്രതീക്ഷകളൊക്കെ ഇപ്പോൾ? അപർണ സൂചിപ്പിച്ച പോലെ നിലവിൽ പുറത്തു വന്ന കണക്കിൽ വലിയ മാറ്റം ഉണ്ടാകാം. വലിയ മാറ്റം എന്നത് ഏകദേശം 3% അടുത്തൊരു മാറ്റമാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ അന്തിമ കണക്കെടുപ്പിൽ നേരിയ മാറ്റമാണ് ഉണ്ടാവാറുള്ളതെങ്കിലും ഇത്തവണ വ്യത്യസ്തതയാണ്. കാരണം ഈ കോവിഡിന്റെ പ്രത്യേക പശ്ചാത്തലത്തിലുള്ള പോസ്റ്റൽ വോട്ട് സംവിധാനം, സർവൈസ് വോട്ടുകൾ, അത്തരം കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കപ്പെടുമ്പോൾ ഇതിൽ മാറ്റമുണ്ടാകും. ഇന്ന് പുറത്തു വന്ന കണക്ക് പോളിംഗ് ബൂത്തുകളിൽ ഇന്ന് പോൾ ചെയ്യപ്പെട്ട കണക്ക് മാത്രമാണ്. അതുകൊണ്ട് മാറ്റമുണ്ടാവാം. കഴിഞ്ഞ തവണത്തെ 77% തുല്യമായ ഒരു കണക്കിലേക്ക് തന്നെ വരും. പക്ഷേ അത് മറികടക്കാനുള്ള സാധ്യതയില്ല. രാവിലത്തെ ഒരു ട്രെൻഡ് പൊതുവിൽ വലിയ തരത്തിലുള്ള പോളിംഗ് ശതമാനം ഉണ്ടാക്കുമെന്ന ട്രെൻഡ് ഉണ്ടെങ്കിൽ കൂടിയും അത് ആ തരത്തിലേക്ക് പിന്നീട് ഉണ്ടായിട്ടില്ല. എന്തായാലും 77% എന്ന ഒരു രീതിയിലേക്ക് തന്നെ വന്നു. അതായത് സംസ്ഥാനത്ത് നടന്ന വാശിയേറിയ പ്രചരണത്തിന്റെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പ് രംഗത്തും ഉണ്ടായി എന്നതാണ് കാണുന്നത്. ഉച്ചയ്ക്ക് ഈ പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുതിച്ചുയരുന്നു എന്ന തോന്നൽ പൊതുവിൽ മുന്നണികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉയരുന്ന പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമെന്ന അവകാശവാദം 3 മുന്നണികളും ഒരുപോലെ ഉന്നയിച്ചിരുന്നു. പക്ഷേ പോളിംഗ് ശതമാനം പൂർത്തിയായി അതിനുശേഷം നിലവിലുള്ള ചിത്രത്തിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ കൃത്യമായ കണക്കെടുപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അത് നാളെയോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനി കണക്കെടുപ്പുകളുടെ കാര്യമാണ്. കണക്കെടുപ്പുകൾ നാളെ എല്ലാ പാർട്ടികളും തങ്ങളുടെ യോഗം ചേർന്ന് ഓരോ മണ്ഡലങ്ങളിലെയും സാഹചര്യങ്ങൾ വിലയിരുത്തിയുള്ള കണക്കെടുപ്പുകൾ നടക്കും. അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തെക്കൻ കേരളത്തിൽ പൊതുവിൽ പ്രതീക്ഷിച്ച പോലെ തന്നെ കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ പോരാട്ടം നടക്കുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ആ തരത്തിൽ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുമുണ്ട്. സ്വാഭാവികമായും അത് പ്രതീക്ഷിച്ചതാണ്. അത് ആ രീതിയിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. എന്തായാലും ഇതിന്റെ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് സാഹചര്യം. അതായത് ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായ ഒരു തരംഗ സൂചനയൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അതിനെ അങ്ങനെ കണക്കിലെടുക്കാനും കഴിയില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധരും നൽകുന്ന വിലയിരുത്തലുകൾ ഈ പോളിംഗ് പൂർത്തിയായതിനു ശേഷവും. എന്തായാലും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇപ്പോഴത്തെ അവകാശവാദങ്ങൾ എത്ര കണ്ട് ശരിയാകുമെന്നത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതിന്റെ സസ്പെൻസായി തന്നെ ഒരു മാസം തുടരുക തന്നെ ചെയ്യും. തീർച്ചയായും ആ സസ്പെൻസ് അറിയാൻ ഇനി മെയ് 2 വരെ കാത്തിരിക്കണം. പക്ഷേ അതുവരെ മുന്നണികളെല്ലാം വലിയ വിജയപ്രതീക്ഷകൾ തന്നെയാണ് പങ്കുവെക്കുന്നത്. ആ പ്രതികരണങ്ങളിലേക്ക് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മനു ഭരതും ചേരുന്നു. മനു, ഉറ്റുനോക്കിയിരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്താറുള്ള മണ്ഡലത്തിൽ, പക്ഷേ ജില്ലയിൽ ഇത്തവണ ചില മണ്ഡലങ്ങളിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ഉയർന്നില്ല എന്നുള്ള നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇടതുമുന്നണി അടക്കം, എങ്ങനെയാണ് പോളിംഗ് ശതമാനത്തെ നോക്കിക്കാണുന്നത്? പോളിംഗ് ശതമാനത്തിലുള്ള കുറവ് തങ്ങൾക്ക് ആകുമെന്ന തലത്തിൽ തന്നെയാണ് ഇടതുമുന്നണി നോക്കിക്കാണുന്നത്. പക്ഷേ ഇത് ഒരു അന്തിമ കണക്കല്ല. ഇതിൻ്റെ കൂടുതൽ ചിത്രം വ്യക്തമാകാനുണ്ട് എന്നതാണ് UDFിൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇരിക്കൂറിലൊക്കെ 3% വോട്ട് കുറഞ്ഞതായാണ് കാണുന്നത്. അത് ഇനി മറ്റു വോട്ടുകൾ കൂടി, പോസ്റ്റൽ ബാലറ്റ് എല്ലാം കൂടി കൂട്ടി വരുമ്പോഴേക്കും വലിയ വ്യത്യാസം ഉണ്ടാകില്ല എന്നതാണ് UDFിൻ്റെ ഒരു പ്രതീക്ഷ. ഏതായാലും കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 6 അത്ഭുതങ്ങളൊന്നും നടക്കാനില്ല എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. UDF ക്യാമ്പിൽ K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ തന്നെ തുറന്നു പറയുന്നത് അവർക്ക് 5 ഇടങ്ങളിലാണ് അവർക്ക് പ്രതീക്ഷയുള്ളത്. UDF ആകട്ടെ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ്. LDFിനും സമാനമായി ചിലയിടങ്ങളിൽ അഴീക്കോടൊക്കെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. വാശിയേറിയ മത്സരം നടന്നത് അഴീക്കോട് തന്നെയാണ്. അഴീക്കോട് എന്ത് സംഭവിക്കും എന്നത് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും UDF ക്യാമ്പും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. LDFും ആദ്യം തന്നെ പ്രചരണ രംഗത്ത് സജീവമായി നിലയുറപ്പിക്കുകയും P ജയരാജൻ ഉൾപ്പെടെയുള്ളവർക്ക് നേതൃത്വം നൽകിക്കൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ അവരും വലിയ പ്രതീക്ഷയിലാണ്. അതേസമയം ഈ കണ്ണൂരിൽ ഒക്കെ വളരെ കംഫർട്ടബിളായ ഒരു മാർജിൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഈ തെരഞ്ഞെടുപ്പിലെ മൊത്തത്തിലെ ഒരു ബ്ലാക്ക് ഹോഴ്സ് അല്ലെങ്കിൽ കറുത്ത കുതിര എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പക്ഷേ ഈ പൊട്ടങ്കണ്ടി അബ്ദുള്ളയായിരിക്കും. കാരണം അദ്ദേഹം ഈ കൂത്തുപറമ്പിൽ തുടക്കത്തിൽ വലിയ ഒരു തരംഗം സൃഷ്ടിക്കാതെ അദ്ദേഹം പിന്നീട് കുറേ വോട്ടുകൾ പിടിക്കും എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്.
കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ അദ്ദേഹം ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യുമോ എന്നുള്ളത് അടുത്ത കാര്യം. പക്ഷേ അദ്ദേഹം എന്തായാലും കഴിഞ്ഞ തവണത്തെ UDF സ്ഥാനാർത്ഥിയേക്കാൾ വോട്ട് പിടിക്കും, കൂടുതൽ വോട്ട് അദ്ദേഹത്തിന് ലഭിക്കും എന്ന കാര്യം ഇപ്പോൾ UDF ക്യാമ്പുകൾ തറപ്പിച്ച് പറയുന്നു. കണ്ണൂരിൽ അവർക്ക് വലിയ പ്രതീക്ഷയുണ്ട് UDF ക്യാമ്പിന്. അതുപോലെ ഇരിക്കൂർ, പേരാവൂർ മണ്ഡലങ്ങളിൽ വലിയ അട്ടിമറികളൊന്നും സംഭവിക്കില്ല എന്നാണ് UDF ക്യാമ്പിൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ കണ്ണൂരിൻ്റെ ഒരു ചിത്രത്തിൽ 5 സീറ്റുകളിൽ UDF പ്രതീക്ഷ വെച്ച് അർപ്പിക്കുന്നു. അതേസമയം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നില മെച്ചപ്പെടും, അഴീക്കോട് ഉൾപ്പെടെ തങ്ങളുടെ ഭാഗത്തേക്ക് വരും എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ LDFും നിൽക്കുന്നത്. അങ്ങനെ വോട്ട് കുറഞ്ഞത് തലശ്ശേരി മണ്ഡലത്തിലാണ്. തലശ്ശേരിയിൽ സ്വാഭാവികമായി അവിടെ ഉണ്ടായ BJP സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം കൊണ്ട് അവിടെ വലിയ തോതിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായി ആ തരത്തിൽ തന്നെ പരിഗണിക്കപ്പെടും. തലശ്ശേരിയിൽ BJP വോട്ടുകൾ എങ്ങോട്ട് പോയി? തീർച്ചയായും പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് പോളിംഗ് ശതമാനം പോയത് എന്നുള്ളൊരു അവകാശവാദം കൂടിയാണ് മുന്നണികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഈ കണ്ണൂരിൽ നിന്ന് ഇടതുമുന്നണിയുടെ പ്രതികരണം എന്ന് കൂടിയാണ് മനു ഭരത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വോട്ടെടുപ്പ് അവസാനിച്ചതോടെ കൂട്ടിയും കീഴ്ചുമുള്ള കണക്കുകൂട്ടൽ മുന്നണികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. തികഞ്ഞ വിജയപ്രതീക്ഷ എല്ലാ മുന്നണികളും പങ്കുവെക്കുന്നു. LDFന് ചരിത്ര വിജയമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ നടന്നെങ്കിലും അതൊന്നും ജനങ്ങൾ മുഖവിലയ്ക്ക് എടുത്തില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് ജനാധിപത്യ വിശ്വാസികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായി മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. LDFന് കേരളം ചരിത്ര വിജയമാണ് സമ്മാനിക്കാൻ പോകുന്നത്. ഇവിടെ ജനങ്ങളുടെ കരുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാവുക. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒട്ടേറെ കാര്യങ്ങൾ നടന്നെങ്കിലും അതൊന്നും ജനങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ല. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടതുപോലെ തന്നെ എല്ലാ ദുരാരോപണങ്ങളും അപവാദ പ്രചരണങ്ങളും തള്ളിക്കൊണ്ടുള്ള സമീപനമാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചതിന് ശേഷം ഇതേവരെ സ്വീകരിച്ചിട്ടുള്ളത്. UDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയെ പിന്തുടരുന്ന സർക്കാരായിരിക്കും മെയ് 2-ന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക എന്നും UDF ഐതിഹാസിക വിജയം നേടുമെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. UDF തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. മുഖം നഷ്ടപ്പെട്ട LDFനെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പൗരത്വ നിയമ ഭേദഗതി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതിന് കിട്ടിയ സ്വീകാര്യത ചെറുതല്ല. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ സ്വയം അവകാശനാകുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കണ്ടത്. ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ജനങ്ങളുടെ അവസരമാണിത്. ഏകാധിപത്യത്തിനും സ്വച്ഛാധിപത്യത്തിനും അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനുമെതിരായി ജനാധിപത്യ കേരളം ഉണർന്നെഴുന്നേൽക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കും. പ്രതിപക്ഷം ഉയർത്തിപ്പിടിച്ച കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിക്കും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉയർന്നു വരുന്നത്. ഭരണ തുടർച്ച പ്രതീക്ഷിച്ചവർക്ക് വൻ തിരിച്ചടി കിട്ടുമെന്നായിരുന്നു ACC പ്രവർത്തക സമിതി അംഗം AK ആന്റണിയുടെ പ്രതികരണം. മെയ് 2 പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണം അവസാനിക്കുകയാണ്. മെയ് 2-ന് ശേഷം അടുത്ത UDF മുഖ്യമന്ത്രി വരുന്നതുവരെ UDF ഗവൺമെൻറ് വരുന്നതുവരെയുള്ള പിണറായി ഗവൺമെൻറ് കെയർടേക്കർ ഗവൺമെൻറ് മാത്രമായിരിക്കും. പിണറായി ഗവൺമെൻറ്റിൻ്റെ ദിനങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു പാർട്ടി, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. അധികാരം വിട്ടൊഴിയാതിരിക്കാൻ വേണ്ടി എന്ത് കാര്യം ചെയ്യാനും, എന്ത് തെറ്റ് ചെയ്യാനും, എന്ത് അക്രമം ചെയ്യാനും, എന്ത് ചതി ചെയ്യാനും പഠിക്കാത്തൊരു ഗവൺമെൻറ്റാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ ജാഗ്രത പാലിക്കണം. മെയ് 2 വൈകുന്നേരം വോട്ടെണ്ണുന്നതുവരെ കണ്ണിൽ എണ്ണയൊഴിച്ച് അതിർത്തികൾ പട്ടാളക്കാർ അതിർത്തികൾ സൂക്ഷിക്കുന്ന പോലെ 24/7 നിങ്ങൾ സൂക്ഷ്മമായി കാര്യങ്ങൾ നിരീക്ഷിക്കണം.
അല്ലെങ്കിൽ ചതി ഉണ്ടാകാനിടയുണ്ട്. ബി.ജെ.പിക്ക് അധികാരത്തിലെത്താൻ 30 സീറ്റ് പോലും വേണ്ടിവരില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവർത്തിച്ചു. സംസ്ഥാനത്താകമാനം എത്ര സീറ്റുകളിലാണ് ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയുള്ളത്? നിരവധി സീറ്റുകൾ, വലിയ സംഖ്യയിൽ. അത്രയും തന്നെ വേണ്ടിവരില്ല ഭരണത്തിലെത്താൻ. 35 സീറ്റ് കിട്ടിയാൽ ബി.ജെ.പി കേരളം ഭരിക്കുമെന്ന് കെ സുരേന്ദ്രൻ. യു.ഡി.എഫിനും എൽ.ഡി.എഫിനും സീറ്റുകൾ കുറയും. മൂന്നാം ബദലിനായി കേരളം വോട്ട് ചെയ്യും. എൽ.ഡി.എഫ് സഹായിച്ചാലും യു.ഡി.എഫിന് മഞ്ചേശ്വരത്ത് വിജയിക്കാൻ കഴിയില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റമായിരിക്കും ദേശീയ ജനാധിപത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടത്താൻ പോകുന്നത്. വലിയ മുന്നേറ്റം, എൻ.ഡി.എയുടെ ഏറ്റവും വലിയ കരുത്തുറ്റ മുന്നേറ്റമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിലെ പ്രബലരായിട്ടുള്ള 2 മുന്നണികൾക്കും അവർക്ക് തിരിച്ചടി ഉണ്ടാവും, സീറ്റുകളുടെ കുറവുണ്ടാവും, അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടാവും. സീറ്റുകളുടെ കാര്യത്തിലും വോട്ടിന്റെ കാര്യത്തിലും ഏറ്റവും ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തുന്നത് എൻ.ഡി.എ ആയിരിക്കും. തീർച്ചയായിട്ടും 35 സീറ്റ് കിട്ടിയാൽ ഉറപ്പായിട്ടും ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. തളിപ്പറമ്പിലും ധർമ്മടത്തും വ്യാപക കള്ളവോട്ടെന്ന് കെ സുധാകരൻ എം പി. തളിപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചത് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ്. ഇവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് റീപോളിംഗ് ആവശ്യപ്പെട്ടു. വ്യാപകമായി ബൂത്ത് കയ്യേറ്റം നടന്നു. യു.ഡി.എഫ് പ്രവർത്തകരെ ആക്രമിച്ചു. സ്ഥിതിഗതികൾ ഈ വിധമാണെങ്കിലും യു.ഡി.എഫിന് ഭരണവും പിണറായിക്ക് ജയിലും ഉറപ്പാണെന്നും കെ സുധാകരൻ പറഞ്ഞു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ മിക്കവാറും എല്ലാ പഞ്ചായത്തിലും കള്ളവോട്ട് വ്യാപകമായി ചെയ്തു. അത് 1, 2, 3 എന്ന് എടുത്തു പറയാൻ സാധിക്കാത്ത വിധം ഭീകരമാണ്. സ്ഥാനാർത്ഥിയുടെ വണ്ടി പലയിടത്തും തടഞ്ഞു വെച്ചു. സ്ഥാനാർത്ഥിക്ക് നേരെ അക്രമമുണ്ടായി. ചാനലുകളിലൊക്കെ 1-2 സ്ഥലങ്ങൾ 1-2 തവണയായി ഞാൻ കണ്ടു. റഷീദ്, യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി റഷീദിനെ പലയിടത്തും തടഞ്ഞു വെച്ച് തെറി വിളിക്കുന്ന രംഗം ചാനലിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിണറായി വിജയൻ CPM-ന്റെ സംസ്ഥാന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ കള്ളവോട്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന് ഭൂഷണമാണോ എന്ന് അദ്ദേഹമാണ് പറയേണ്ടുന്നത്. രണ്ടാമത്തത്, ഓപ്പണായി കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച മറ്റൊരു നേതാവാണ്, ഉത്തരവാദപ്പെട്ട CPM-ന്റെ നേതാവാണ് ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തെ പോലത്തെ ഒരു പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ പ്രഖ്യാപനമാണ് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ഉതിർന്നു വീണത് എന്നത് ദുഃഖകരമാണ്. അതുകൊണ്ട് തന്നെ തളിപ്പറമ്പ് റീപോളിംഗ് വേണം. ഞങ്ങളതിന്റെ പരമാവധി എവിടം വരെ പോകാമോ അവിടം വരെ ഞങ്ങൾ പോകും. പൊതുവെ സമാധാനപരമായിരുന്നെങ്കിലും അങ്ങിങ്ങ് ചില സംഘർഷ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിലേക്കെല്ലാം വരാം ഇടവേളയ്ക്ക് ശേഷം. സ്വർണത്തിന്റെ മൂല്യം അറിയുന്നവർക്ക് ദാ ഈ പേരും അറിയുന്നുണ്ടാവും. ICL Fin. മഞ്ചേശ്വരം മണ്ഡലത്തിലെ 130-ാം ബൂത്തിൽ 6 മണിവരെ ക്യൂവിലുണ്ടായിരുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകും. റിട്ടേണിംഗ് ഓഫീസർ നേരിട്ടെത്തിയാണ് പ്രശ്നം പരിഹരിച്ചത്. 7 പേർക്കാണ് വോട്ട് ചെയ്യാൻ അവസരം നൽകുക. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനും ബി.ജെ.പി പ്രവർത്തകരും വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി കെ വി ബൈജു ചേർന്നു. ബൈജു, നേരത്തെ കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞത് 6 മണിക്ക് മുൻപ് എത്തിയവർക്ക് പോലും വോട്ട് ചെയ്യാൻ അവസരം നൽകിയില്ല റിട്ടേണിംഗ് ഓഫീസർ എന്നുള്ള പരാതിയായിരുന്നു. ഇപ്പോൾ ഏത് രീതിയിലാണ് ഈ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നത്? അപർണ, ഈ മണിക്കൂറുകൾ നീണ്ട ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇവർ 7 പേരും ഇപ്പോൾ വോട്ട് ചെയ്തിരിക്കുന്നു. മഞ്ചേശ്വരം 130-ാം നമ്പർ ബൂത്തിലായിരുന്നു ഈ പ്രശ്നം. ഇവർ 6 മണിക്ക് മുമ്പ് ക്യൂവിലുണ്ടായിരുന്നു. ഇത് റിട്ടേണിംഗ് ഓഫീസറും എത്തി പരിശോധനയിൽ ഇവർക്ക് ബോധ്യമായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 7 പേർക്കും വോട്ട് ചെയ്യാൻ അനുമതി നൽകിയതും. കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ കാസർഗോഡ് മണ്ഡലം ബി.ജെ.പി സ്ഥാനാർത്ഥി കെ ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള ബി.ജെ.പി നേതാക്കൾ വലിയ തോതിൽ പ്രതിഷേധമുണ്ടാക്കുകയും മണിക്കൂറുകൾ നീണ്ട ശേഷം ഇപ്പോൾ തീരുമാനമെടുക്കുകയും പിന്നീട് ഇവർക്ക് ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ള അവസരം നൽകുകയായിരുന്നു. ഇവർ 7 പേരും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഇവിടെ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ച് നേതാക്കൾ മടങ്ങിയിരിക്കുകയാണ്. എന്തായാലും മണിക്കൂറോളമാണ് ഈ ഒരു പ്രതിഷേധവുമായി ബി.ജെ.പി നേതാക്കൾ കുത്തിയിരിപ്പ് സമരം നടത്തി ഉദ്യോഗസ്ഥന്മാരെ അടക്കം ഇതിന് ക്ലാസ് മുറിയുടെ അകത്ത് ബന്ദിയാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ 7 പേരും വോട്ട് ചെയ്തിരിക്കുന്നു. ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അപർണ, റൈറ്റ്, പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു. മഞ്ചേശ്വരത്തെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. വോട്ട് ചെയ്യാൻ 7 പേർക്ക്, ക്യൂവിൽ നിന്ന് 7 പേർക്ക് അവസരം ലഭിച്ചിരിക്കുന്നു.
ഇനി വാശിയേറിയ ത്രികോണ മത്സരം നടക്കുന്ന നേമത്ത് വിജയപ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് സ്ഥാനാർത്ഥികൾ. മണ്ഡലത്തിൽ BJP 3ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഒരിടത്തും BJP ജയിക്കില്ല. CPM സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. കേരളത്തിലെ UDFന് അനുകൂലമായ ട്രെൻഡാണെന്നും മുരളീധരൻ പറഞ്ഞു. ഏതായാലും ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട്. 100% വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. എല്ലാ സമുദായങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ലഭിച്ചു. പക്ഷെ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി കാണിച്ച ഒരു വൃത്തികേട് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. സമുദായങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ അതേ രീതി ന്യൂനപക്ഷ വിഭാഗങ്ങളോട് പോയി പറഞ്ഞത് K മുരളീധരന് ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് കിട്ടില്ല, അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ മുരളീധരന് കൊടുത്താൽ കുമ്മനം ജയിക്കും എന്ന് വരെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഇവിടെ പ്രചരണം നടത്തിയ LDF 140 സീറ്റുകളിൽ ഒരിടത്ത് പോലും BJP ജയിക്കില്ല. BJPക്ക് ഇലക്ഷനിൽ എന്തൊക്കെ അവകാശവാദം പറഞ്ഞാലും നിയമസഭയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ BJPക്ക് കഴിയില്ല. 3ാം സ്ഥാനത്തേക്ക് പോകാനാണ് സാധ്യത മറ്റു പലയിടം. എന്നാൽ നിയമമണ്ഡലം ഇത്തവണ BJPയിൽ നിന്ന് തിരിച്ചുപിടിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയുടെ പ്രതികരണം. പോളിംഗ് ശതമാനം കുറഞ്ഞാലും കൂടിയാലും അത് LDFന് അനുകൂലമാണ്. നിയമവുമായി ഒരു ബന്ധവുമില്ലെന്ന് മുതിർന്ന BJP നേതാവ് O രാജഗോപാൽ പറഞ്ഞത് കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നതിന് തെളിവാണ്. അവസാന നിമിഷം അടിയൊഴുക്കുണ്ടായോ എന്ന് ഫലം വന്ന ശേഷമേ പറയാനാകുമെന്നും V ശിവൻകുട്ടി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമമണ്ഡലം BJPയിൽ നിന്ന് തിരിച്ചു പിടിക്കും. അതാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊതുചിത്രം. ഇന്ന് രാവിലെയും O രാജഗോപാൽ സാർ പത്രമാധ്യമങ്ങളോട് വോട്ട് ചെയ്ത ശേഷം പറഞ്ഞു നിയമം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹത്തിന് നിയമം അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം. കുറവല്ല, അതിപ്പോൾ ഫൈനൽ വരുമ്പോൾ 74% വരാനാണ് സാധ്യത. അല്ല, ഏത് നിലയിലായിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ വിജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. വിജയപ്രതീക്ഷകളും കൂടുതലും പ്രതികരണങ്ങളും കാണാം ഇടവേളയ്ക്ക് ശേഷം. സ്വർണത്തിന്റെ മൂല്യം അറിയുന്നവർക്ക് ദാ ഈ പേരും അറിയുന്നുണ്ടാവും. ICL Fin. സംസ്ഥാന ശരാശരിക്കൊപ്പം തിരുവനന്തപുരത്തെ ത്രികോണ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ പോളിംഗ് ശരാശരി ഉയർന്നിട്ടില്ല. വോട്ടുകൾ പരമാവധി പോൾ ചെയ്യിപ്പിച്ചുവെന്നാണ് മുന്നണികളുടെ അവകാശവാദം. തീരദേശ മേഖല എങ്ങനെ പ്രതികരിച്ചു എന്നത് ഈ ജനവിധിയിൽ നിർണായകമാണ്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്ക് പ്രകാരം 69.77% പോളിംഗ്. 3%-ലധികം മാറ്റമുണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ 73%-ലേക്ക് തിരുവനന്തപുരത്തെ പോളിംഗ് ശതമാനം ഉയരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ മുൻ 2016 തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു പോളിംഗ് ശതമാനം തന്നെ തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയേക്കാം. രാവിലെ വലിയ വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ടായിരുന്നു. പലയിടത്തും വലിയ രീതിയിൽ പോളിംഗ് ഉയരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു പോളിംഗ് ശതമാനം തന്നെ സംസ്ഥാനത്ത് രേഖപ്പെടുന്നു. അതിന് സമാനമായ ഒരു ചിത്രം തന്നെയാണ് തിരുവനന്തപുരത്തും ഉണ്ടാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലയെ പ്രത്യേകം പരിശോധിക്കുമ്പോൾ ത്രികോണ പോരാട്ടം നടക്കുന്ന പ്രത്യേക ഇടങ്ങൾ, ഒന്ന് കഴക്കൂട്ടം, മറ്റൊന്ന് നേമം, ഒപ്പം വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ അടക്കമുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഇത്തവണ പ്രതീക്ഷിച്ചിരുന്നു. അതിൻ്റെ ഒരു ട്രെൻഡ് തുടക്കം മുതൽ കാണുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പിന്നീട് നിലനിന്നിരുന്നില്ല എന്നതാണ് അവസാനത്തെ ചിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്ന കാര്യം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമുക്ക് പരാമർശിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം. കാരണം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇത്തവണ അപ്രതീക്ഷിതമായ ത്രികോണ പോരാട്ടമുണ്ടായി. BJP വലിയ മുന്നേറ്റം നടത്തുമെന്ന് പ്രതീക്ഷിച്ച ഇടമാണ്. പക്ഷേ തിരുവനന്തപുരത്തെ മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 10% അടുത്ത് പോളിംഗ് ശതമാനത്തിൽ കുറവ് തിരുവനന്തപുരം മണ്ഡലത്തിൽ രേഖപ്പെടുന്നു എന്നാണ് സാഹചര്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 10%, അതുപോലെ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു കുറവ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇത്തവണയും അത് പ്രതിഫലിച്ചു എന്നത് വേണം നമുക്ക് ഈ കണക്കിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം. ഈ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ഏതെങ്കിലും കക്ഷിക്ക് അനുകൂലമോ പ്രതികൂലമോ ആകുമോ എന്നാണ് ഇനി നിർണായകമാവുന്ന കാര്യം. തിരുവനന്തപുരം മണ്ഡലത്തെ പ്രത്യേകം പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അത് തീരദേശ മേഖലയുടെ സ്വാധീനമുണ്ട്. ഏകദേശം 30,000-ലധികം വോട്ടുകൾ തീരദേശ മേഖലയിലാണ്. തീരദേശ മേഖല ഈ തെരഞ്ഞെടുപ്പിനോട് എത്ര കണ്ട് അനുകൂലമായി പ്രതികരിച്ചു, അവർ വോട്ടിംഗ് പ്രക്രിയയുടെ ഭാഗമായി എന്നതും കണക്കുകളുടെ ഭാഗമായി പുറത്തു വരേണ്ടതുണ്ട്. അതിൻ്റെ കണക്കുകൾ നാളെയോടുകൂടിയേ പുറത്തു വരികയുള്ളൂ. എങ്കിൽ മാത്രമേ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഈ പോളിംഗ് ശതമാനം എത്ര കണ്ട് സ്വാധീനിക്കും എന്നതിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും തിരുവനന്തപുരത്തെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയ ഇടം
കോവളം മണ്ഡലമാണ്. കോവളത്ത് 70% പോളിംഗ് ഉണ്ട്. കാട്ടാക്കടയിൽ 71, പാറച്ചാലയിൽ 71, അരുവിക്കരയിൽ 72 ഇങ്ങനെ ഉയർന്ന ശതമാനം രേഖപ്പെടുത്തിയ മറ്റു മണ്ഡലങ്ങളുണ്ട്. നേമം മണ്ഡലത്തിലും താരതമ്യേന ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം നേമത്ത് ഏറ്റവും ശക്തമായ മത്സരം നടന്ന ഇടമാണ്. അത്തരം പ്രത്യേകതകളുമുണ്ട്. എന്തായാലും ഈ തെക്കൻ കേരളത്തിൻ്റെ പൊതുചിത്രം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയ്ക്കുണ്ടായ അതിപ്രാധാന്യം പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ 91 സീറ്റുകൾ നേടി ഇടതുമുന്നണി സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമ്പോൾ 14 നിയോജക മണ്ഡലങ്ങളിൽ 10 വിജയിച്ചു കയറാൻ അന്ന് ഇടതുമുന്നണി കഴിഞ്ഞു. ഏറ്റവും ഒടുവിലെ വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം 11 ഇടങ്ങളിലായി തിരുവനന്തപുരം ജില്ലയിലെ സ്വാധീനം ഇടതുമുന്നണി വിപുലമാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഈ 11 നിയോജക മണ്ഡലങ്ങളിൽ എത്രയിടത്ത് വിജയം നിലനിർത്താൻ കഴിയും, അല്ലെങ്കിൽ അട്ടിമറി ഉണ്ടാകുമോ എന്നത് സംസ്ഥാന ഭരണത്തിൽ ഇടതുമുന്നണി ഭരണം നിലനിർത്തുമോ എന്നതിനെ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ UDF-നെ സംബന്ധിച്ചും UDF-ന്റെ പഴയ ശക്തി കേന്ദ്രങ്ങളായ ഈ പലയിടങ്ങളിലും എത്ര കണ്ട് അവർക്ക് തിരിച്ചു വരാൻ കഴിയുമെന്നതും അവരെ സംബന്ധിച്ചും സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്താനുള്ള സാധ്യത നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാവും. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത് സംസ്ഥാനം അടുത്തിടെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ആഴക്കടൽ മത്സ്യബന്ധന വിവാദം അടക്കമുള്ള വിഷയങ്ങൾക്ക് തിരുവനന്തപുരത്തിൻ്റെ പ്രദേശങ്ങളിൽ വലിയധികം സ്വാധീനമുണ്ട്. കാരണം കോവളം, തിരുവനന്തപുരം പോലെയുള്ള നിയോജക മണ്ഡലങ്ങളിൽ വലിയധികം സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അതായത് സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്ത ഈ വിഷയങ്ങളുടെ എത്ര കണ്ട് പ്രതിഫലനം ഇവിടെ ഉണ്ടായി എന്നതിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കും, ജനവിധിയെ സ്വാധീനിക്കുമെന്ന പ്രധാനപ്പെട്ട ഘടകമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം. അതായത് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലാണ് സംസ്ഥാനത്ത് ഏറ്റവും അധികം വിശ്വാസ വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രചരണം നടത്തിയത്. ശോഭാ സുരേന്ദ്രൻ കടന്നു വന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മാറ്റമുണ്ടായി. ശോഭാ സുരേന്ദ്രൻ വികസന വിഷയങ്ങൾക്കപ്പുറം ശബരിമല എന്ന പ്രധാന വിഷയത്തിൽ ഊന്നി പ്രചരണം നയിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വിശ്വാസ വിഷയങ്ങളുടെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുക പ്രകടമാകുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി കഴക്കൂട്ടം മാറും. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്തിൻ്റെ ജനവിധിയെ അതും സ്വാധീനിക്കും എന്ന പ്രധാനപ്പെട്ട ഘടകമുണ്ട്. എന്തായാലും തെക്കൻ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടമായ തിരുവനന്തപുരത്തിൻ്റെ ജനവിധി നിർണ്ണയിക്കുന്നതിൽ ഈ ഘടകങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സംസ്ഥാന ഭരണത്തിൽ തിരിച്ചെത്താൻ UDF-നും ഭരണം നിലനിർത്താൻ ഇടതുമുന്നണിക്കും തെക്കൻ ജില്ലയിലെ ഈ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് ഏത് കണ്ട് സ്വാധീനം നിലനിർത്തും എന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. എന്തായാലും പോളിംഗ് ശതമാനത്തിൽ 3 മുന്നണികളും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ മുന്നണികളുടെ പതിവ് കണക്കെടുപ്പുകൾക്ക് വ്യത്യസ്തമായ രീതിയിലേക്ക് വോട്ടിംഗ് പാറ്റേൺ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണക്കെടുക്കലുകളും എത്ര കണ്ട് ശരിയാകുമെന്നതിൽ വ്യക്തത ഉണ്ടാവേണ്ടിയിരിക്കുന്നു. എന്തായാലും വോട്ടെടുപ്പ് നടക്കുന്ന അടുത്ത മാസം 2 വരെ ഈ സസ്പെൻസ് നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കോട്ടയത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞതിന്റെ ആശങ്കയിലാണ് മുന്നണികൾ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണവും ഇത്തവണ കുറവാണ്. ഈ കടുത്ത മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ആര് മുന്നേറുമെന്ന കാര്യത്തിലും പാർട്ടികൾക്ക് അവ്യക്തതയുണ്ട്. 72.13% ജില്ലയിലെ പോളിംഗ്. കോട്ടയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 77% പോളിംഗ്. ഇത്തവണ അത് 72-ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. അതായത് പോളിംഗ് ശതമാനത്തിൽ വന്നൊരു കുറവാണ് മുന്നണികളെ സംബന്ധിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ആശങ്ക. പ്രത്യേകിച്ച് ആബ്സെൻറ്റി വോട്ടർമാർ ഏതാണ്ട് 28,000-ഓളം ഉണ്ട്. ആ കണക്കുകളൊക്കെ ഇതിനൊപ്പം ചേർന്ന് വരേണ്ടതുണ്ട്. ഒരു അന്തിമമായ വ്യക്തത ഒരുപക്ഷെ രാത്രി ഇനിയും വൈകിയോ അല്ലെങ്കിൽ നാളെയോ ഒക്കെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും കടുത്ത മത്സരം നടന്ന പൂഞ്ഞാറും പാലയും കടുത്തുരുത്തിയും ഒക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞു. പ്രത്യേകിച്ച് പോളിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് ഗുണമാണെന്ന് LDF വിലയിരുത്തുന്നു. കാരണം ഞങ്ങളുടെ പാർട്ടി വോട്ടുകളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയുന്നു. അതേസമയം തന്നെ UDF-ഉം ഇതേ അവകാശവാദം ഇപ്പോൾ പഴയ പോലെയല്ല, ഞങ്ങളും പാർട്ടി വോട്ടുകൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വരാനുള്ള വോട്ടുകൾ രാവിലെ തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ആരുടെ വോട്ടുകളാണ് ചോർന്നത് എന്നത് അറിയാൻ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കുകയും നിവർത്തിയുള്ളൂ. എന്തായാലും വൈക്കം ഉൾപ്പെടെ ഏതാണ്ട് 80% പോളിംഗ് നേരത്തെ നടന്ന സ്ഥലമാണ്. അവിടെ ഇത്തവണ ഏതാണ്ട് 75-ഓളം മാത്രമേ എത്തിയിട്ടുള്ളൂ. എന്തായാലും ശക്തമായ പോളിംഗിലേക്ക് ഉച്ചവരെ എത്തിയിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഒരു മഴ പെയ്തത് പലയിടത്തും വലിയ വെല്ലുവിളി ആയിട്ടുണ്ട്. എന്തായാലും പലയിടത്തെയും ഫലം എന്ത് എന്ന് പ്രവചിക്കാനാവാത്ത സ്ഥിതി നമ്മൾ ഓരോ രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും വിളിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും പറയുന്നുണ്ട്. എന്തായാലും ശക്തമായ മത്സരം പലയിടത്തും നടന്നിട്ടുണ്ട്. 5 സീറ്റ് വരെ LDF പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ അല്ലെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 4 സീറ്റെങ്കിലും ഉറപ്പായും കിട്ടുമെന്ന കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പ്. NDA കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ ജില്ലകളിലെ വിശകലനങ്ങൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.
സ്വർണത്തിന്റെ മൂല്യം അറിയുന്നവർക്ക് പ്രതികൂല കാലാവസ്ഥയും കോവിഡ് പശ്ചാത്തലവുമാണ് പോളിംഗിനെ ബാധിച്ചതെന്നാണ് വിലയിരുത്തൽ. അതേസമയം വിജയപ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളുടെയും പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. ഈ അവസാന നിമിഷത്തിൽ സ്വാഭാവികമായും കഴിഞ്ഞ പ്രാവശ്യം അതായത് ഉപതെരഞ്ഞെടുപ്പിൽ 71.0% പോളിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അത് കുത്തനെ കുറഞ്ഞിരിക്കുന്നു. നേരിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 67.5% ഇപ്രാവശ്യം പോളിംഗ് അവസാനിക്കുന്ന ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന പൂർണ്ണമായ ഒരു വിവരം. എന്തായാലും 5 മണ്ഡലങ്ങളും വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു സാഹചര്യമാണ് പത്തനംതിട്ട ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ വോട്ടർമാർ എല്ലാ പോളിംഗ് ബൂത്തുകളിലേക്കും വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഉച്ചയോടുകൂടി മാത്രമാണ് ഒരു ചെറിയ വോട്ടർമാരുടെ വരവ് കുറഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 4 മണിക്കും ശേഷവും വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. എന്നിരുന്നാലും ശക്തമായ മത്സരം നടക്കുന്ന ഒരു ജില്ല കൂടി എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് 3 മണ്ഡലങ്ങളിൽ വലിയ മത്സരം നടക്കുന്ന മണ്ഡലമായിരുന്നു. ഒന്ന് കോന്നിയും ആറന്മുളയും അതുപോലെ തന്നെ റാന്നിയുമാണ് ഇത്തരത്തിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലമായി ജില്ലയിലുള്ളത്. ഇതിൽ കോന്നിയിലെ മണ്ഡലമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുള്ളത്. കോന്നിയിൽ നേരത്തെ ഉപതെരഞ്ഞെടുപ്പിൽ LDF അനുകൂലമായ ഒരു വിധിയെഴുത്താണ് കോന്നിയിലുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോന്നിയുടെ കാര്യം പറയുമ്പോൾ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല കോന്നിയിലുള്ളത് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേക കൂടി കോന്നിയിലുണ്ട്. മുൻ MLA K. ജനീഷ് കുമാർ മത്സരിക്കുന്ന ഒരു മണ്ഡലം ഇടത് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം UDF സ്ഥാനാർത്ഥിയായിട്ട് റോബിൻ പീറ്ററും കോന്നിയിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ 3 പേരും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേക കൂടി കോന്നിക്കൊണ്ട് ഇവർ ആര് ജയിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു പ്രവചനാതീതമാണ്. ഈ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞാൽ കൃത്യമായി വോട്ടർമാരുടെ ഒരു ഏത് രീതിയിലാണ് ആർക്കാണ് വോട്ട് ചെയ്തിരിക്കുന്ന ആര് ജയിക്കും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായി ഇപ്പോൾ ഒരു സൂചന പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം രാഷ്ട്രീയ സാഹചര്യം നിലവിൽ കോന്നിയിലുണ്ട്. ആറന്മുളയുടെ കാര്യത്തിൽ ഇതേ സമാനമായ അവസ്ഥ നിലനിൽക്കുന്നു. ആദ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണാർത്ഥമൊക്കെ വീണ ജോർജ് LDF ഒരു മുൻകൈ ഉണ്ടായിരുന്നെങ്കിലും രണ്ടാം ഘട്ടമായപ്പോഴത്തേക്ക് UDF സ്ഥാനാർത്ഥിക്കാണ് മണ്ഡലത്തിൽ ഒരു പ്രചരണത്തിലൊക്കെ വലിയൊരു നേട്ടം ഉണ്ടായത്. ഒപ്പം അവിടുത്തെ BJP സ്ഥാനാർത്ഥിയുടെ ഒരു സ്ഥിതിയും കൂടെ പരിശോധിച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ആറന്മുള മണ്ഡലത്തിൽ നിന്നിരുന്നത് MT രമേശ് ആയിരുന്നു. അദ്ദേഹം 37,000-ലധികം വോട്ടാണ് ആറന്മുള മണ്ഡലത്തിൽ മാത്രം പിടിച്ചിരുന്നത്. ഇപ്രാവശ്യം അവിടുത്തെ ഒരു സാധ്യതയും പുതിയ സ്ഥാനാർത്ഥി BJPയുടെ സ്ഥാനാർത്ഥി എത്രത്തോളം വോട്ടുകൾ നേടും എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി ഒരു സൂചനയില്ല. ഇതൊക്കെ കണക്കുകൾ കൂടി പരിശോധിച്ചെങ്കിൽ മാത്രമേ ആറന്മുളയിലും ആര് ജയിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. മറ്റൊരു മണ്ഡലമായ റാന്നിയിൽ സ്ഥിതി കഴിഞ്ഞ 23 വർഷമായി രാജു ഇബ്രഹാം സ്ഥിരം MLA ആയിരുന്നൊരു മണ്ഡലമാണ്. ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ മേൽക്കൈയുള്ളൊരു മണ്ഡലം. ആ മണ്ഡലം കേരള കോൺഗ്രസിന് വെച്ചു മാറിയതോടുകൂടിയാണ് ഈ റാന്നിയിലെ രാഷ്ട്രീയ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. റാന്നിയിലും കടുത്ത ഒരു മത്സരം നിലവിലുള്ളത്. രാജീവ് ഇബ്രാഹിമിന് പകരം കേരള കോൺഗ്രസിലെ പ്രമോദ് നാരായണനാണ് ഇപ്രാവശ്യം LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അവിടെ UDFിലെ റിങ്കു ചെറിയാനാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ BJPയുടെ BDJSന്റെ K. പത്മകുമാറും മത്സരരംഗത്തുണ്ടായിരുന്നു. അവിടെയും ഇത്തരത്തിലൊരു കടുത്ത മത്സരം കാഴ്ചവെച്ചു. കാരണം നല്ല രീതിയിൽ പ്രചരണങ്ങൾ ഒക്കെ നടത്തിയിരുന്നു. ജില്ലയിൽ BJPയുടെ പ്രധാനമന്ത്രി അടക്കം വന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾ വന്ന് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. അങ്ങനെ ഈ 3 മണ്ഡലത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ഒരു കൃത്യമായ ഒരു പ്രവചനം നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവസാന ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. പോളിംഗ് ശതമാനത്തിൽ ഒരുപോലെ പ്രതീക്ഷ വെച്ച് കൊല്ലത്ത് ഇടത് വലത് മുന്നണികൾ 73% ജില്ലയിലെ പോളിംഗ്. നിലവിൽ ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയിൽ ഇത്തവണ 4 സീറ്റ് ഉറപ്പാണെന്ന് UDF കേന്ദ്രങ്ങൾ പറയുന്നു. ആകെയുള്ള 11 മണ്ഡലങ്ങളിൽ 9 സീറ്റിലും വിജയം ഉറപ്പിച്ചുവെന്നും കരുനാഗപ്പള്ളിയിലും ചവറയിലും മികച്ച മത്സരം നടന്നുവെന്നും ഇടത് ക്യാമ്പും പ്രതികരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി VV വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. 73 കൊല്ലത്തെ പോളിംഗ് ശതമാനം. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 2% കുറവുണ്ട്. എങ്കിൽ തന്നെയും അന്തിമ കണക്ക് ഇനിയും വരേണ്ടതുണ്ട്. കുറച്ചുകൂടി മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നു. ഏതായിരുന്നാലും ഈ പോളിംഗ് ശതമാനത്തിൽ ഇരു മുന്നണികളും LDFും UDFും വലിയ തോതിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. നിലവിലെ സാഹചര്യമനുസരിച്ച് ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ്. അവിടെ ഒരു വലിയ മത്സരം കാഴ്ചവെക്കാൻ UDFന് കഴിഞ്ഞു എന്നതാണ് വസ്തുത. 4 മണ്ഡലങ്ങളിലെ വിജയമാണ് UDF കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കരുനാഗപ്പള്ളി, ചവറ, കൊല്ലം, കുണ്ടറ. ഇതിൽ 2 മണ്ഡലങ്ങളിൽ ഉറപ്പായും വിജയിക്കുമെന്ന് UDF കേന്ദ്രങ്ങൾ പറയുന്നു. 9 സീറ്റുകളിലായിരിക്കും വലിയ പ്രതീക്ഷ ഉള്ളതെന്ന് LDFും പറയുന്നുണ്ട്. കരുനാഗപ്പള്ളിയും ചവറയും UDFനൊപ്പം നിൽക്കുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തലായി പുറത്തു വരുന്നത്. കൊല്ലത്തും
കുണ്ടറയിലും നല്ല മത്സരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് UDF പറയുന്നുണ്ട്. പത്തനാപുരവും ചടയമംഗലവുമാണ് പിന്നീട് UDF പ്രതീക്ഷ വയ്ക്കുന്ന ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന 2 മണ്ഡലങ്ങൾ. ഏതായിരുന്നാലും നല്ല മത്സരമുണ്ടായി. പ്രചരണത്തിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നത് ആഴക്കടൽ മത്സ്യബന്ധന വിവാദമായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ യാത്ര കൊല്ലത്തെത്തിയപ്പോഴാണ് അദ്ദേഹം ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിട്ടത്. പിന്നീട് പ്രചരണത്തിലുടനീളം ഈ വിവാദമുണ്ടായി. ലത്തീൻ സഭ സർക്കാരിനെതിരെ നിലപാടെടുത്തു. ഇടയലേഖനങ്ങൾ പള്ളിയിൽ വായിക്കുന്ന സാഹചര്യമുണ്ടായി. അൽമായ സഭ അവരുടെ ലേഖനം പുറത്തിറക്കി. ഏതായിരുന്നാലും വലിയ തോതിൽ വോട്ടർമാർക്കിടയിൽ ഇത് ചർച്ചയാകുന്ന സാഹചര്യമുണ്ടായി. കശുവണ്ടി മേഖലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഉയർന്നു വന്നു. ഏതാണ്ട് 1 വർഷത്തിനിടയിൽ സ്വകാര്യ കശുവണ്ടി ഫാക്ടറി ഉടമകളായ 6 പേർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യമുണ്ടായി എന്ന് പ്രതിപക്ഷം പ്രചരണത്തിനിടയിൽ ഉയർത്തിക്കൊണ്ടുവന്നു. അതേസമയം ഫാക്ടറികൾ തുറന്ന് പ്രവർത്തിക്കാനായി, അതോടൊപ്പം തന്നെ ഗ്രാറ്റുവിറ്റി ഏതാണ്ട് 6 കോടി രൂപ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യാനായി എന്നാണ് LDF അവകാശപ്പെട്ടത്. സാമൂഹ്യക്ഷേമ പെൻഷനും ഭക്ഷ്യക്കിറ്റും വലിയ തോതിൽ ചർച്ചയായ ഒരു ജില്ല കൂടിയാണ് കൊല്ലം. മലയോര മേഖലയിലടക്കം അത് വലിയ തോതിൽ LDFന് ഗുണം ചെയ്യുമെന്ന് LDF പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായിരുന്നാലും വലിയ വാശിയുള്ള മത്സരം നടന്നു. കഴിഞ്ഞ തവണത്തെ പോലെ 11 സീറ്റുകളും LDFനൊപ്പം ഉറച്ചു നിൽക്കില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങളും നിരീക്ഷകരും ഒക്കെ തന്നെ പറയുന്നത്. ചെറിയ മാറ്റം ഉണ്ടാകും. ഏതായിരുന്നാലും UDF ശുഭപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ജില്ലകളിലൊന്നാണ് കൊല്ലം. തൃശൂർ ജില്ലയിൽ 73.74% പോളിംഗ്. എല്ലാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത്. സുവി വിശ്വനാഥന്റെ റിപ്പോർട്ട്. നിലവിൽ പുറത്തുവന്ന കണക്കുകൾ അന്തിമമല്ല. ഓരോ മിനിറ്റിലും ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു ചിത്രം വ്യക്തമാകണമെങ്കിൽ, പോളിംഗ് ശതമാനത്തിലെ ഒരു ചിത്രം വ്യക്തമാകണമെങ്കിൽ നാളെ രാവിലെ വരെ കാത്തിരിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു 3%-യൊക്കെ വ്യത്യാസം മാത്രമാണ് കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനമായ 77.74 തന്നെ തൃശൂർ ജില്ലയിലെ കണക്കുകൾ വന്നെത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഈ പോളിംഗ് പെർസെന്റേജ് ആരെയാണ് ബാധിക്കുക എന്ന് പറയാൻ സാധിക്കുകയില്ല. 3 മുന്നണികളും ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് തൃശൂർ ജില്ലയിൽ. UDFും LDFും BJPയും 3 മുന്നണികളും ഒരുപോലെ ആശങ്കയിലുമാണ് ഈ കണക്കുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ. അതുപോലെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ തവണ ഗുരുവായൂരിലും തൃശൂരിലുമായിരുന്നു ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശരാശരി രേഖപ്പെടുത്തിയിരുന്നത്. ഇത്തവണയും അതുപോലെ തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വലിയ മാറ്റങ്ങളൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം ചേലക്കരയിൽ ഇത്തവണ U പ്രദീപിന് പകരം പഴയ നിയമസഭാ സ്പീക്കറും മന്ത്രിയുമായിരുന്ന K രാധാകൃഷ്ണനാണ് മത്സരിക്കുന്നത് എന്ന വ്യത്യാസമുണ്ട്. UDFന് വേണ്ടി ഒരു പുതുമുഖമാണ് രംഗത്ത് വന്നിരിക്കുന്നത് എന്ന വ്യത്യാസമുണ്ട്. ഒപ്പം തന്നെ ചാലക്കുടിയിലും CPMന് പുതുമുഖമാണ്, UDFനും പുതുമുഖമാണ് ഇവിടെ മത്സരിക്കുന്നത്. നാട്ടികയിൽ 2 പുതുമുഖങ്ങളാണ് മത്സരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ പോളിംഗ് പെർസെന്റേജിൽ കാര്യമായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നാട്ടികയിൽ ചെറിയൊരു നേരിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കുറവുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരിങ്ങാലക്കുട, അതുപോലെ കൊടുങ്ങല്ലൂർ, കുന്നംകുളം, വടക്കാഞ്ചേരി ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ പഴയ പോളിംഗ് പെർസെന്റേജിലേക്ക് തന്നെ എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് മെയ് 2-ന് വോട്ട് പെട്ടി തുറക്കുമ്പോൾ മാത്രമായിരിക്കും എന്താണ് ജനം വിധി എഴുതിയത് എന്ന് ആത്യന്തികമായി അറിയാൻ സാധിക്കുക. അതിനു പകരം ഒരു പ്രവചനം അസാധ്യമാണ് എന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 75% എന്ന പോളിംഗ് ശതമാനത്തിൽ എത്തി നിൽക്കുന്നു. ഏതായാലും കൂടുതൽ ഔദ്യോഗിക കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിൽ കൂടുതൽ വ്യക്തമാകും. നിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ആണ് പൂർണ്ണമായിരിക്കുന്നത്. വോട്ട് വാർത്ത പൂർണ്ണമാകും. നമസ്കാരം. വോട്ടംഗം 2021